ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസത്തിന് ശേഷമാണ് വീണ്ടും ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ എല്ലാ തകരാറുകളും ഈ വീഡിയോക്കകത്തുണ്ടാവും, ക്ഷമിക്കും. പക്ഷേ കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു 2K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഈ ചാനൽ ഇപ്പോൾ 20K ആക്കി തന്നതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ 20K ആയപ്പോഴായിരുന്നു എൻ്റെ അനിയനവിടെ വെച്ചുണ്ടാക്കുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ട കേട്ടോ. 20K ആയ ടൈമിലായിരുന്നു ഞാൻ ആ Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നീട് അതിൻ്റെ കാര്യമേ ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് പറഞ്ഞ് ലാഗടിപ്പിക്കാണ്ട് വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, ക്വസ്റ്റ്യൻസ് ചോദിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് പനി പിടിച്ചിട്ടുണ്ട്, ശബ്ദം ഇച്ചിരി മാറിയിരിപ്പുണ്ട്, അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒത്തിരി നാളായതുകൊണ്ട് എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്കത് നോക്കാം. ബേസിക്കായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ട്. ഫുൾ നെയിം ദേവിക VI എന്നാണ്. ആക്ച്വലി ഞാൻ ആദ്യം ചാനൽ ഇട്ടിരുന്നതും ദേവിക VI എന്നാണ്. അപ്പോൾ ഈ VI എന്നുള്ളത് ഒന്നിച്ച് വായിക്കുമ്പോഴത്തേന് റോമൻ ലെറ്റർ 6 ആയിട്ട് അത് വായിക്കാം. അപ്പോൾ എന്നോട് എല്ലാവരും വന്ന് ചോദിച്ചു, 6th പഠിക്കുന്നത്, ഏജും ക്ലാസ്സുമായിട്ട് മാച്ച് ആവുന്നില്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാനത് മാറ്റിയിട്ട് അച്ഛൻ്റെ പേരൂടെ ചേർത്ത് ദേവിക വിനോദ് എന്നാക്കിയത് കേട്ടോ. ക്ലാസ് ചോദിച്ചിട്ടുണ്ട്. ക്ലാസ് ഞാൻ വന്നിട്ട് +2 കംപ്ലീറ്റ് ചെയ്തു. +2 കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കോമ്പറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. പ്ലേസ് വന്നിട്ട് ട്രിവാൻഡ്രം. ഏജും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 18 വയസ്സാണ്. അത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിരുന്നു. ഓഡിയോ കൊടുക്കുന്നതിന് മുന്നേ സ്ക്രിപ്റ്റ് റെഡിയാക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓഡിയോ കൊടുക്കുന്നതിന് മുന്നേ സ്ക്രിപ്റ്റ് റെഡിയാക്കാറില്ല. ഞാൻ ആദ്യം റെഡിയാക്കാറുണ്ടായിരുന്നു, കാരണം എനിക്ക് ആദ്യം ഷോട്ട് എടുക്കുമ്പോഴത്തേനും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താ ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കൺഫ്യൂഷൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എഴുതി വെക്കുമായിരുന്നു, മൈൻഡിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി എഴുതി വെച്ച് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മൈൻഡിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ, അത് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഇപ്പോൾ അങ്ങനെ എഴുതി വെക്കാറൊന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും വായി വരുന്ന വിളിച്ച് പറയുക, അതാണ് പതിവ്. യൂട്യൂബ് ജേർണി എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ടിക്ടോക്കിൽ നിന്നായിരുന്നു സ്റ്റാർട്ടിങ്. പക്ഷേ എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരു ദിവസം അമ്മയുടെ കൂടെ ഇരുന്നിട്ട് സ്റ്റാറ്റസ് കണ്ടുകൊണ്ട് എങ്ങാണ്ടിരിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരിയുടെ പേര് അന്ന എന്നാണ് കേട്ടോ. പുള്ളിക്കാരിയുടെ ചേട്ടൻ്റെ കൂടെ ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു, അമ്മ എനിക്കും ഈ ഡബ് സ്മാഷ് ചെയ്യണം. അങ്ങനെയാണ് ടിക്ടോക്ക് ഡൗൺലോഡ് ആക്കുന്നത്. ടിക്ടോക്ക് ഡൗൺലോഡ് ആക്കിയിട്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ, എനിക്ക് ആ സമയത്ത് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് ക്യാമറ നോക്കിയിരിക്കും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് ബാനായി. പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ടിക്ടോക്ക് ബാനായി. എനിക്ക് ശരിക്കും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ ഞാനൊരു കൈൻഡ് ഓഫ് ആംബിവേർട്ടാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ ഞാനങ്ങനെ സംസാരിക്കാറുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് എന്നാൽ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഫോൺ എടുത്ത് വെച്ചിട്ട് സംസാരിക്കാമല്ലോ. പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ജേർണി ആയിട്ടൊന്നും ഇല്ല. യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആണ്. ആംബിഷൻ, പാഷൻ പ്രൊഫഷൻ ആക്കുക എന്നൊരു തീമിനോട് അത്ര യോജിക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് പ്രൊഫഷൻ ഒരു രീതിക്കും പാഷൻ ഒരു രീതിക്കും കൊണ്ടുപോകണം എന്നുണ്ട്. അപ്പോൾ ആംബിഷൻ എന്ന് പറയുമ്പം ആക്ടിങ്ങും സോഷ്യൽ മീഡിയയും കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട് ഒരു സൈഡിലൂടെ. അല്ലാണ്ട് പ്രൊഫഷണൽ ഡ്രീം വേറെ ഉണ്ട്. അങ്ങനെ ഏജ് ഡിഫറൻസ് വിത്ത് ബ്രദർ ചോദിച്ചിട്ടുണ്ട്. ഞാനും അവനും തമ്മിൽ ഏതാണ്ട് 6.5-7 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം പോലും അവനെന്നെ ചേച്ചിന്ന് വിളിച്ചിട്ടില്ല. മരിക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യമെങ്കിലും അവനെ ചേച്ചിന്ന് വിളിച്ചിട്ട് മരിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് നടക്കും തോന്നില്ല. ഇനി മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ക്രഷ് ഉണ്ടോ, സിംഗിൾ ആണോ, ബോയ് ഫ്രണ്ടിൻ്റെ പേര്, എക്സെട്ര. ഗൈസ്, എനിക്ക് 18 വയസ്സായിട്ടുള്ളൂ. 18, നോട്ട് ദ പോയിന്റ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് ആലോചിക്കാമല്ലോ. പിന്നെ ഒരു കാര്യം, ഞാൻ എന്തായാലും എനിക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പുള്ളീനോട് പോയിട്ട് പറയത്തില്ല, എടാ നമുക്ക് ഓടിപ്പോയി കല്യാണം കഴിക്കാം, ആരും അറിയണ്ട. അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് ആകപ്പാടെ ലൈഫിൽ ഒരൊറ്റ കല്യാണമേ ഉള്ളൂ. പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു അറേഞ്ച് മാരേജ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നും അറിയാത്ത ഒരാൾ ഒരു ചായ കൊടുത്തിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞ് കെട്ടുന്ന പരിപാടിയൊന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു 4-5 വർഷം നല്ലതായിട്ട് അറിയുന്ന ഒരാളായിരിക്കണം. പറയും ഗൈസ്, നിങ്ങൾ എല്ലാവരെയും ഞാൻ വിളിക്കും. ഇനിയിപ്പോൾ എൻ്റെ റിലേറ്റീവ്സിനെ ആരെയും വിളിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിക്കും. ഹാപ്പിയസ്റ്റ് ആൻഡ് സാഡസ്റ്റ് മൊമെൻറ്റ് ഇൻ ലൈഫ്. ഹാപ്പിയസ്റ്റ് ആൻഡ് സാഡസ്റ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ചെറിയ കാര്യം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ കാര്യത്തിന് എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്. എൻ്റെ അമ്മ ചിലപ്പോൾ അവന് മിഠായി മേടിച്ചിട്ട് എനിക്ക് മിഠായി മേടിച്ചില്ലെങ്കിൽ ഞാനിവിടെ ആഴങ്ങളിൽ കേട്ട് കിടന്ന് കരയാറുണ്ട്. ഞാൻ അത്രയും കുഞ്ഞു കാര്യം മതി എനിക്ക് പെട്ടെന്ന് ഫീൽ ആവാനായിട്ട്.
ഡെയിലി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഹാപ്പിയസ്റ്റ് ആയിട്ട് സംഭവിക്കാറുണ്ട്. എനിക്ക് തീരെ മറക്കാൻ പറ്റാത്തത് ആ +2 ടൂറിൻ്റെ മൊമെൻറ്റ്സ് ആണ്. ഇനി ഒരിക്കലും ആ മൊമെൻറ്റ്സ് ഒന്നും തിരിച്ച് കിട്ടാൻ പോകുന്നില്ല, എന്നാൽ അതൊന്നും ഒരിക്കലും ഞാൻ മറക്കാനും പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ 10ാം ക്ലാസ് +1 +2 പഠിക്കുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഈ ജീവിക്കുന്ന ലൈഫ് നിങ്ങൾക്ക് ഇനി ഒരിക്കലും തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. കോളേജിൽ കയറി കഴിഞ്ഞ് എൻജോയ് ചെയ്യാം, പൊളിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ കോളേജിൽ കയറിയവരൊക്കെ റബ്ബർ ബാൻഡും വലിച്ചിരിക്കുകയാണ് മക്കളെ. നിങ്ങളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തോ, എൻജോയ് ചെയ്തോ. ഇതുപോലൊരു ടൈം നിങ്ങൾക്ക് ഇനി കിട്ടാനേ പോകുന്നില്ല. നിങ്ങൾ ഇനി കോമ്പറ്റീവ് എക്സാംസ് ആണ് നോക്കുന്നതെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്താണ് നോക്കുന്നതെങ്കിലും നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു ലൈഫ് നിങ്ങൾക്കിനി കിട്ടാനേ പോകുന്നില്ല. സോ എൻജോയ്. ഞാനെന്താ പറഞ്ഞു തന്നെ, ഹാപ്പിയസ്റ്റ് ആൻഡ് സാഡസ്റ്റ് മൊമെൻ്റ് അല്ലേ? ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് അതൊക്കെ തന്നെയാണ്. പിന്നെ സാഡസ്റ്റ് മൊമെൻ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേനും എനിക്ക് ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് ഹേർട്ടാവും. ഇപ്പോൾ ഒരാൾ തമാശയ്ക്ക് എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ കൂടി ഞാൻ അവിടെ ഒരു 5 മിനിറ്റ് കൂടുതൽ നിൽക്കില്ല. കാരണം ഞാൻ പോലും അറിയാണ്ട് ഞാൻ കരഞ്ഞു കൊടുക്കും. അതുകൊണ്ട് നമുക്ക് ആറ്റിറ്റ്യൂഡ് വിട്ടൊരു കളിയില്ലല്ലോ. അപ്പോൾ ആരെയും എന്നോട് എന്തെങ്കിലും പറഞ്ഞ് എനിക്കത് ഹേർട്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ 5 മിനിറ്റിനകം അവിടെ നിന്ന് എസ്കേപ്പ് ആവും. കാരണം ഞാൻ കരയുന്ന കാര്യം കാണാൻ പാടില്ല. ഹൈറ്റും വെയിറ്റും ചോദിച്ചിട്ടുണ്ട്. ഹൈറ്റ് ഞാൻ കുറച്ച് ടോളാണ്. ഞാൻ 170 സെൻറ്റിമീറ്റർ ഉണ്ട്. അങ്ങനെ ആയിപ്പോയി, ഹെറിഡിറ്ററി, അത്രയേ ഉള്ളൂ. വെയിറ്റ് ഞാൻ പറയുന്നില്ല, കാരണം വെയിറ്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വെയിറ്റ് ആണ്, ഫുഡ് കഴിക്കുക അങ്ങനെ ഇങ്ങനെ കമൻറ്റ്സ് വരും. പക്ഷെ എന്തായാലും അണ്ടർ വെയിറ്റ് ആണ്. പക്ഷെ വെയിറ്റ് ഞാൻ പറയുന്നില്ല. ഫേവറേറ്റ് പേഴ്സൺ ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് പേഴ്സൺ അമ്മ. എനിക്ക് ആക്ച്വലി കുറച്ച് ഫേവറേറ്റ് പീപ്പിൾ ഉണ്ട്. ഞാനിങ്ങനെ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുക അങ്ങനത്തെ സ്വഭാവമൊന്നും എനിക്കില്ല. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ചാടി കളിച്ചോണ്ട് വഴി നടക്കാറുണ്ട്. പക്ഷേ ചില സമയം നമുക്ക് ഇങ്ങനെ അയ്യോ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയാകുമ്പോഴത്തേനും ഞാൻ ചില സമയത്ത് ഇങ്ങനെ വന്ന് കിടക്കാറുണ്ട് ഇവിടെ. അപ്പോഴത്തേനും അമ്മ ഇങ്ങനെ അടുത്ത് വന്നിട്ട് അമ്മയ്ക്ക് മനസ്സിലാവും എന്തോ എവിടെയോ തകരാറുണ്ട്. അപ്പോൾ അമ്മ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, മേഡം അതൊക്കെ ശരിയാവും. സാധാരണ ഞാനാണ് അമ്മേനെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക. ഈ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ അമ്മ കുട്ടിയും ഞാൻ അമ്മയുമായിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാനാണ് മിക്കവാറും അമ്മേനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തത്. അമ്മ എന്തിനാ ഇങ്ങനെ ആലോചിക്കണേ, ഇതൊക്കെ നിനക്ക് നടക്കും, ഇതൊക്കെ ശരിയാവും, ഈ പ്രശ്നമൊക്കെ കഴിയും, ഇതും കഴിഞ്ഞ് നമുക്ക് നല്ല സമയം വരും എന്നൊക്കെ പറഞ്ഞ് 24 മണിക്കൂർ അമ്മേനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഞാനൊന്ന് വിഷമിച്ചിരിക്കുമ്പോഴത്തേനും അമ്മ ഉടനെ വന്നിട്ട് അമ്മ ഇങ്ങനെ പറയും, മേഡി ഇതൊക്കെ സിമ്പിൾ കാര്യം, ഇതൊക്കെ സെറ്റാവും എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അമ്മയാണ്. അനിയനും ഞാൻ 24 മണിക്കൂർ അടിയാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിൽ ഒരൊറ്റ സ്റ്റെപ്പ് വഴക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എപ്പോഴും ഞങ്ങൾ അടിയാണ്. പക്ഷേ എനിക്കറിയാം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവൾ ആദ്യം ചോദിക്കുന്നത് അവൾ എന്തിയാ അമ്മ എന്നായിരിക്കും. അത് നമുക്ക് എന്താ പറയുക, ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് അവനും ഞാനും എന്നുള്ളൊരു രീതിയിൽ അതങ്ങനെയാണ്. അവനെന്നെ ഇനിയിപ്പം ചേച്ചിന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അടി ഉണ്ടാക്കുമെങ്കിലും എനിക്ക് അവനില്ലാണ്ട് ഒരു ഡേ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് പാടാണ്. ഞാൻ അത്രയും ഡൗൺ ആയിട്ട് നിന്ന കുറച്ച് സിറ്റുവേഷൻസ് എനിക്കറിയാം. ഈ Q&A കാണുമ്പോഴത്തേനും ഉറപ്പായിട്ടും കമൻറ്റ്സ് വരും, ആകെപ്പാടെ 18 വയസ്സുള്ള കൊച്ചിന് എന്ത് കഷ്ടപ്പാടും മൊമെൻറ്റ്സും ആണ് ലൈഫിൽ ഉണ്ടായിട്ടുള്ളതെന്ന്. ഏജ് ഒരിക്കലും ഒരു ഫാക്ടർ അല്ല. നമ്മുടെ ലൈഫിൽ നമ്മളെ മെച്ചുവേർഡ് ആക്കുന്നതൊക്കെ എക്സ്പീരിയൻസസ് ആണ്. എന്നെക്കാളും നല്ല രീതിക്ക് മെച്യൂരിറ്റി ഉള്ള 10 വയസ്സുള്ള പിള്ളേരെ എനിക്കറിയാം. കാരണം അവരത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് ലൈഫിൽ. അമ്മയും അനിയനും എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമ്മുടെ ഫാമിലി ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഫാമിലി ആവാണ്ട് ഫാമിലി ആയ കുറച്ച് പേരുണ്ടായിരിക്കുമല്ലോ. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു 4 പേരുടെ കാര്യം ഞാൻ പറയും. കാരണം ഈ 4 പേരെ എനിക്ക് നല്ല രീതിക്ക് അറിയാം. അവർക്ക് എന്നെയും അറിയാം. എൻ്റെ എല്ലാ നെഗറ്റീവ് സൈഡും അറിഞ്ഞിട്ടും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് 4 പേരും. മേ ബി ഞാൻ അവരെ ഒന്നും ഡെയിലി വിളിക്കുന്നുണ്ടാവില്ല, കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഒരു മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 6 മാസത്തിന് ശേഷം ഞാൻ അവരെ വിളിക്കുകയാണെങ്കിലും നീ എവിടെ ആടി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഞാനൊന്ന് ടെക്സ്റ്റ് ചെയ്യുമ്പോഴും ഞാനൊന്ന് സംസാരിക്കുമ്പോഴും എൻ്റെ വോയിസിലുള്ള വ്യത്യാസം വരെ അവർക്ക് മനസ്സിലാവും. ലക്ഷ്മി, തീർത്ഥ, അനന്തു, ഗോകുൽ 4 പേരെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ എന്താണെന്ന് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ടാണ് കൂടെ നിൽക്കുക. എൻ്റെ ക്യാരക്ടർ അത്ര പെർഫെക്റ്റ് ക്യാരക്ടറൊന്നും അല്ല. ഞാൻ അടിയുണ്ടാക്കാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്, കാര്യമില്ലാണ്ട് പോയി ചൊറിയാറുണ്ട്, അത്രയും പൊട്ടത്തരമൊക്കെ ഞാൻ വിളിച്ച് പറയാറുണ്ട്. ഞാൻ ചില സമയം എന്താ പ്രവർത്തിക്കണമെന്ന് എനിക്ക് തന്നെ അറിയണ്ടാവില്ല. അത്രയൊക്കെ ഞാൻ കാണിച്ച് കൂട്ടിയിട്ടും എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ നിൽക്കുന്ന 4 പേരാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവരെൻ്റെ കൂടെ ഉള്ളതിൽ. ഫേവറേറ്റ് തിങ്സ് ടു ഡു എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഇപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലാത്ത സമയത്ത് രാവിലെ അമ്മ വന്ന് ശല്യപ്പെടുത്തിയില്ല എങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അനിയൻ എന്നെ വന്ന് ചവിട്ടിയില്ല എങ്കിൽ ഞാൻ അന്നത്തെ ദിവസം വൈകുന്നേരം വരെ വേണേലും കിടന്നുറങ്ങും. എനിക്ക് അങ്ങനെ ഡിസ്റ്റർബൻസ് ഇല്ലെങ്കിൽ ഞാൻ എത്ര നേരം വേണേലും കിടന്നുറങ്ങും. പക്ഷേ എനിക്കെന്തോ രാത്രി ഉറക്കം വരാറില്ല. അപ്പോൾ ഉറങ്ങാൻ ഇഷ്ടമാണ്, പിന്നെ പാട്ട് പാടാൻ ഇഷ്ടമാണ്, വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ്, എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, പടം വരയ്ക്കാൻ ഇഷ്ടമാണ്, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുക, ഇതൊക്കെ തന്നെ ഫേവറേറ്റ് തിങ്സ്.
എനിക്കങ്ങനെ സിനിമ കാണുക, സീരീസ് കാണുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഫേവറേറ്റ് ആക്ടർ ഓർ ആക്ട്രസ്? ഫേവറേറ്റ് ആക്ടർ വിജയ്. ഞാൻ ഭയങ്കര വിജയ് ഫാനാണ്. ഞാൻ കുഞ്ഞിലേ മുതലേ തന്നെ ഇങ്ങനെ ഭയങ്കര വിജയ് ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീതാരാമം ഫിലിം എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ അങ്ങനെ ദുൽഖറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ തന്നെ. സ്പെഷ്യൽ സബ്സ്ക്രൈബർ എന്ന് പറയാനായിട്ട് എനിക്കറിയില്ലല്ലോ. ലൈക്ക് ഇന്ന ആളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാണ്ട് ഇവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇവരെൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. കമൻറ്റ്സ് ചെയ്യുന്നവരെ എനിക്കറിയാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ നന്നായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം. ഞാൻ ആ ഐഡിയ എനിക്ക് നന്നായിട്ട് കണ്ട് പരിചയമുണ്ട്. അല്ലാണ്ട് സ്പെഷ്യൽ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതായിരുന്നു എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ വന്നിട്ട്. അത് കുറച്ച് സ്പെഷ്യലാണ്, കാരണം അമ്മ തന്നെയാണ് ആദ്യത്തെ സബ്സ്ക്രൈബർ. അപ്പോൾ ഫസ്റ്റ് മേക്കപ്പ് പ്രോഡക്റ്റ്, ഫേവറേറ്റ് ലിപ്സ്റ്റിക്. കാരണം ഞാൻ സ്വന്തമായിട്ട് യൂസ് ചെയ്തതാണെങ്കിൽ തന്നെ ഐലൈനർ ആയിരിക്കും. കാരണം നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ക്രൈസ് ആണല്ലോ ഈ ഐലൈനർ എഴുതുക, ഐ കില്ലറായിട്ട് നടക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഫേവറേറ്റ് ലിപ്സ്റ്റിക് വന്നിട്ട് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ അങ്ങനെ കളക്ഷനായിട്ടൊന്നും ഇല്ല. യൂസ് ചെയ്തതിൽ എനിക്ക് മാൾസിൻ്റെ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 3 things that you have learned in your life. ലൈഫിൽ ആരെയും ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അതെല്ലാവരും ഒരു മൊമെൻ്റ് എത്തുമ്പോൾ ലൈഫിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്, ആരെയും ട്രസ്റ്റ് ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തായാലും വിശ്വസിച്ച് പോകും. അത് മനുഷ്യ സഹജമാണ്. നമ്മൾ കാണുന്ന പോലെ അല്ല ഒരിക്കലും മനുഷ്യർ. അവർ കുറച്ച് കഴിയുമ്പോഴത്തേനും മാറും. ഫ്രണ്ട്ഷിപ്പ് എന്നൊരു കാര്യം വരുമ്പോഴത്തേനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നതിനേക്കാളും ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവുന്നത്. കാരണം നമ്മൾ കൂടെ നിന്ന് നമ്മളെക്കുറിച്ച് എല്ലാം അറിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുമ്പോഴത്തേനും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. രണ്ടാമതായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആർക്കും അങ്ങനെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാണ്ടിരിക്കുക. നമ്മളെ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വയ്ക്കുക. അതിപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറയും, പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ടീച്ചറിന്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ കാര്യം ഞാൻ അവിടെ കൺസിഡർ ചെയ്യത്തേയില്ല. ഇപ്പോൾ എനിക്ക് തീരെ വയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ പോലും ഒരാൾ എന്നോട് വിളിച്ചിട്ട് എടി ഇന്ന കാര്യം ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും പിന്നെന്താ ചെയ്യാമല്ലോ. ഞാൻ അവിടെ ഒരിക്കലും നോ പറയില്ല. അവിടെ ഞാൻ ചെയ്യുന്നത് എൻ്റെ മേലെ വേറൊരാൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മൾ ഈ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാർ എന്നും കൂടെ ഉണ്ടായെന്ന് വരില്ല. ഒരു മൊമെൻറ്റിൽ നമ്മൾ ഉറപ്പായിട്ടും ഒറ്റയ്ക്ക് തന്നെ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ തയ്യാറെടുക്കുക. എപ്പോഴും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ നമുക്ക് പറ്റില്ല. നമുക്കെപ്പോഴും നമ്മളെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കുറേ കൂടി സ്ട്രോങ് ആവും, എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആവും. അങ്ങനെയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്ക് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ പോകാൻ അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തീരെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെ പോകണം എന്നറിയില്ല, എങ്ങനെ തിരിച്ച് വരണം എന്നറിയില്ല, ബസ്സിൻ്റെ ബോർഡ് നോക്കി കയറാൻ അറിയില്ല. തീരെ ഒരു മന്ദബുദ്ധി കൊച്ചായിട്ടാണ് ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോയത്. പക്ഷേ വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും ബസ് കയറാൻ ഞാൻ പഠിച്ചു. കാരണം എൻ്റെ കൂടെയുള്ള ഒരുത്തിന് ഒരു ദിവസം വന്നില്ല. ഞാൻ ട്രാപ്പായി ശരിക്കും. പക്ഷെ അന്നാണ് ഞാനത് പഠിച്ചത്. കാരണം എന്നും എല്ലാവരും കൂടെ ഉണ്ടാവണം എന്നില്ല. എൻ്റെ കൂടെയുള്ള ആൾ വന്നില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കത് ചെയ്യണമല്ലോ. അപ്പോൾ അതൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കുക. മൂന്നാമതായിട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇപ്പം ആരിൽ നിന്നാണേലും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കും, അയാൾ എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു തരും, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യും, എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വെറുതെ എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴത്തേനും അത് നല്ല രീതിക്ക് നമുക്ക് പിന്നീട് പണിയാവും. അങ്ങനത്തെ ഒരു കാര്യം കിട്ടിയില്ല എങ്കിൽ നമുക്കത് പിന്നീട് ഭയങ്കര സങ്കടമാവും. അതുകൊണ്ട് ഒരു കാര്യം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. വരുന്നത് വരട്ടെ, ഇല്ലേ വേണ്ട, അത്രേ ഉള്ളൂ. അത് 3 കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ലൈഫിൽ നിന്ന് പഠിച്ചത്. പിന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു, പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല. ഫേവറേറ്റ് യൂട്യൂബർ? ഞാനങ്ങനെ ഒത്തിരി യൂട്യൂബ് ചാനൽ കാണുന്ന ഒരാളല്ല. ഈ ഇടയായിട്ട് ഞാൻ ഒത്തിരി കാണുമായിരുന്നു, പക്ഷെ ഇപ്പം എനിക്കങ്ങനെ കാണാൻ ടൈം കിട്ടാറില്ല. ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയുമ്പോൾ എനിക്ക് റീതു ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ്. ദിയ ഫർസൂനെ ഇഷ്ടമാണ്. ഫേവറേറ്റ് മൂവി ആൻഡ് സോങ്? ഞാൻ സീതാരാമം, തെരി, റെമോ ഇതൊക്കെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി 3 മൂവീസും. ഫേവറേറ്റ് സോങ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒറ്റ സോങ്ങായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നല്ല രീതിക്ക് മ്യൂസിക് അഡിക്റ്റ് ആണ്. ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ ഉടനെ ടി വിയുടെ അടുത്തേക്കാണ് പോവുക. എനിക്ക് പാട്ടിട്ടില്ലെങ്കിൽ അന്നത്തെ ഡേ തന്നെ സ്റ്റാർട്ട് ആവാത്തതായിട്ട് ഫീൽ ചെയ്യും. അതൊരു കൈൻഡ് ഓഫ് അഡിക്ഷൻ ആണ്, എനിക്കറിയാം. പ്രത്യേകിച്ച് ഹരിശങ്കർ സാറിൻ്റെയും ശ്രേയാ ഘോഷൽ മാമിൻ്റെയൊക്കെ സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആനിം ലവർ ആണോ? ആനിം ലവർ അങ്ങനെ ഞാൻ കുത്തിരുന്ന് ആനിം കാണുന്ന ഒരാളൊന്നും അല്ല.
എനിക്കെങ്ങനെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ യുവർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആനിം മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഐ വോണ്ട് ടു ഈറ്റ് യുവർ പാൻക്രിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിം മൂവി, അത് രണ്ടും കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടത് രണ്ടെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലാണ്ട് ഈ മറ്റേ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആനിംസിനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല. ഞാനൊരു ജെൻസി കിഡാണോ എന്ന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട് പല കാര്യത്തിലും. ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടൊരു ഇൻസ്പിറേഷൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ വാചകം അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് ചാനൽ തുടങ്ങിയത്, അല്ലാണ്ട് ഒരാളെന്നെ ഇൻസ്പയർ ചെയ്തിട്ടൊന്നുമില്ല. ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എന്തായാലും ഈ ചാനലിൽ കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആവണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കോമ്പറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. അത് ഏതെങ്കിലും ഒരു വഴിക്ക് എത്തിക്കണം. ഒരു ജോലി വേണം. അതൊക്കെ തന്നെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്. ഒരു വീട് വയ്ക്കണം. ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ബിരിയാണി. എല്ലാവരും ഇപ്പോൾ ചോദിക്കുമ്പോഴത്തേനും മന്തി എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. ഫസ്റ്റ് ക്രഷ് എന്ന് പറയുമ്പോൾ DQ ആയിരിക്കും. എനിക്കിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല. സ്റ്റിൽ എനിക്ക് DQനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അധികം ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ഫിലിമായിരുന്നു ആ യമണ്ടൻ പ്രേമകഥ എന്നൊക്കെ പറഞ്ഞ സംഭവം. പക്ഷേ എനിക്കതെന്തോ ഇഷ്ടമായി. എനിക്ക് ആ ലല്ലു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇഷ്ടമായി. ആ ക്യാരക്ടർ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു DQനോടൊരു ക്രഷ് അടിച്ചു. ഫേവറേറ്റ് ഡ്രോയിങ് എൻ്റെ തന്നെ ഫേവറേറ്റ് ഡ്രോയിങ് എന്ന് പറയുന്നത്, ചില ഡ്രോയിങ്സ് നല്ല എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചെയ്യുക. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം അതിന് വേണ്ടി കൊടുത്തിട്ടായിരിക്കും ചെയ്യുക. പക്ഷെ നമ്മൾ വിചാരിച്ച രീതിക്കുള്ള റിസൾട്ട് കിട്ടത്തില്ല. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഡ്രോയിങ്. ഫേവറേറ്റ് പ്ലേസ് ആൻഡ് ഫേവറേറ്റ് ജോബ്. ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് എനിക്ക് പാരീസ് കാണണം. ഫേവറേറ്റ് ജോബ് എന്ന് പറയുമ്പോൾ ശരിക്കും പൈസ ഒരു പ്രശ്നം അല്ലായിരുന്നു എങ്കിൽ ഞാൻ മോഡലിംഗ് ചൂസ് ചെയ്തേനെ. കാരണം എനിക്കതിനോടൊരു ഇഷ്ടമുണ്ട്, എനിക്കതൊരു ഡ്രീമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഫിനാൻസ് ഒരു പ്രശ്നം അല്ല എന്നിരുന്നെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ളൊരു കുട്ടി എന്ന നിലയ്ക്ക് എൻ്റെ ഫാമിലി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടണം. മോഡലിംഗ് നമുക്ക് അങ്ങനെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ളൊരു ജോലിയല്ല. പൈസ ഒരു പ്രശ്നം അല്ലായിരുന്നുവെങ്കിൽ മേ ബി മോഡലിംഗ്. ആ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ജയമോളായിരുന്നു കേട്ടോ. പേര് പറയണമെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡൺ. ഫേവറേറ്റ് ആൻഡ് ടഫ് സബ്ജക്റ്റ് ഇൻ +2 സയൻസ്. ഫേവറേറ്റ് സബ്ജക്റ്റ് ബയോളജി ആയിരുന്നു. ഞാൻ +2 സയൻസ് എടുക്കാൻ തന്നെ കാരണം ബയോളജി ആയിരുന്നു. എനിക്ക് ബയോളജി ഇഷ്ടമാണ്. പിന്നെ ടഫായിട്ട് എനിക്ക് തോന്നിയ മാത്സ്. അതെല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് മാത്സ് തീരെ പറ്റില്ല. ഫിസിക്സ് ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യും, മാത്സ് എനിക്ക് തീരെ പറ്റില്ല. ബെസ്റ്റ് സർപ്രൈസ് യു ഹാവ് എവർ റിസീവ്ഡ്. ബെസ്റ്റ് സർപ്രൈസ് എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാരെ കിട്ടി ലൈഫിൽ. അതായത് വിചാരിച്ചിരിക്കാണ്ട് എവിടെ നോക്കിയോ അങ്ങനെ, അതായത് നമ്മൾ മിണ്ടില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റോൾസ് ചെയ്യുന്നത്. എനിക്ക് പനി പിടിച്ചിട്ട് ജലദോഷമൊക്കെ ആയിട്ടൊരു അവസ്ഥയിലിരിക്കാൻ ശരിക്കും ഭയങ്കര ആക്റ്റീവായിട്ടിരുന്ന് ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ കണ്ണ് കണ്ടിട്ട് എനിക്ക് തന്നെ കിറുങ്ങിയിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ 4 പേര് തന്നെയായിരിക്കും. ഞാനിപ്പം എന്തുണ്ടെങ്കിലും എന്ത് പൊട്ടത്തരം കാണിച്ചാലും ഞാൻ അവരോട് പോയി പറയും. കാരണം അവരുടെ റെസ്പോൺസ് ഒരിക്കലും എന്നെ ജഡ്ജ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന രീതിയിൽ അവരെന്നോട് സംസാരിക്കില്ല. ഉറപ്പായിട്ട് എനിക്കുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ മാത്രമേ അവരുടെ അടുത്തു നിന്നുള്ള റെസ്പോൺസ് ഉറപ്പായിട്ടും പോസിറ്റീവായിരിക്കും. അതുകൊണ്ട് അവരാണ് കംഫർട്ട് സോൺ. ഫേവറേറ്റ് ക്വാളിറ്റി അബൌട്ട് യുവർ സെൽഫ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അത്രയും ആക്റ്റീവായിട്ടാണ്. എൻ്റെ ഗ്രൂപ്പിൽ പോയിട്ട് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് ഓക്കെ ആക്കി അങ്ങനത്തെ രീതിക്കാണ് നിൽക്കും. എൻ്റെ പ്രോബ്ലംസ് ഹൈഡ് ചെയ്യാൻ എനിക്ക് ഒരു ലെവൽ വരെയൊക്കെ പറ്റും. അതെനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയാണ്. ഡു യു ഹോപ്പ് യു ഗെറ്റ് ഫേമസ് ഇൻ ഫ്യൂച്ചർ? ഐ ഡോണ്ട് തിങ്ക് സോ. ഫേമസ് ആവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ട്രാപ്പാണ്. അറ്റ് ദ സെയിം ടൈം അതൊരു ലക്കാണ്. പേർപ്പസ് ഓഫ് ബീയിങ് എ യൂട്യൂബർ. ശരിക്കും എനിക്കിപ്പോൾ എന്നോട് വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് നിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾ ചിരിക്കാറുണ്ട് എന്ന് പറയുന്നത് എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. അതായത് നമുക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വേറൊരാളെ, നമ്മൾ കാരണം വേറൊരാളെ സന്തോഷിക്കുക അല്ലെങ്കിൽ നമ്മൾ കാരണം വേറൊരാളുടെ വിഷമങ്ങൾ മറക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുമ്പോഴത്തേനും അവർ ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഹാപ്പി ആകുന്നുണ്ടെന്ന് പറയുന്നത് എനിക്ക് വലിയ കാര്യമാണ്. അതുതന്നെയാണ് പർപ്പസ് ഓഫ് ബീയിങ് എ യൂട്യൂബർ. പിന്നെ ലിയ, ഗോപിക 2 പേരും പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പറഞ്ഞ് ബോറടിപ്പിച്ചോന്ന് എനിക്കറിയില്ല, മേ ബി. അപ്പോൾ ഇത്രയും നേരം ഇഷ്ടപ്പെട്ട് ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ വടക്ക് കിഴക്കേ എത്തുന്ന നന്ദി അറിയിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.